ഒട്ടേറെ പുതുമയുള്ള പുതുപുത്തൻ വീടുകളുടെ വിശേഷങ്ങൾ നിങ്ങളിലേക്ക് പങ്കുവയ്ക്കുന്ന മാഞ്ഞാൻ ഹോംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ ഒത്തിരി സ്പെഷ്യലായിട്ടുള്ള ഒരു വീടിനെയാണ് നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. നമ്മൾ ഇന്നുള്ളത് എറണാകുളം ആലുവ ലൊക്കേഷനിലാണ്. ആലുവയിൽ നിന്നും 6 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ സൗത്ത് വാഴക്കുളം എന്ന ലൊക്കേഷനിലാണ് എന്നുള്ളത്. രാജഗിരി ഹോസ്പിറ്റലിൽ നിന്നും ഇവിടുന്ന് വെറും 2 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ്. അവിടെയുള്ള ഒരു മനോഹരമായ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വില്ലയാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഈ ഒരു വില്ലയുടെ ഏറ്റവും വലിയ സവിശേഷത എന്നാൽ ഇവിടെ പ്ലോട്ട് 5.5 സെൻറ്റ് പ്ലോട്ടിലാണ്. ഏകദേശം നമുക്കൊരു 5 കാർ പാർക്കിങ്ങോട് ലഭിക്കുന്ന ഒരു പ്ലോട്ടാണ് ഇവിടെ ഉള്ളത്. 1300 സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു വീട് നിർമ്മിച്ചിട്ടുള്ളത്. 3 ബെഡ്റൂമാണ് ഇതിനായി നൽകിയിട്ടുള്ളത്. വീടിൻ്റെ അകത്തെ വിശേഷങ്ങളിലേക്ക് അടുക്കും മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള പുതുപുത്തൻ വീടുകൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ വീടിൻ്റെ അകത്തെ പോർഷനാണ്. നമുക്ക് ഇവിടെ കണ്ടാൽ അറിയാം, അത്യാവശ്യം വലിയ ഒരു മുറ്റം ഏരിയ സ്പേസ് നൽകിയിരിക്കുന്നത്. നമുക്കിവിടെ ഒരേ സമയം നമുക്ക് ഏകദേശം ഒരു 5 കാറുകളോളം ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഇവിടെയുണ്ട്. അത്യാവശ്യം നല്ല സ്ഥലത്തിന്, അതായത് പ്ലോട്ടിന് അത്യാവശ്യം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ഈ ഒരു വീട് നിർമ്മിച്ചിട്ടുള്ളത്. 57 ലക്ഷം രൂപയിൽ 5.5 സെൻറ്റ് പ്ലോട്ടിൽ 1300 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. വീടിൻ്റെ ഈ ഒരു ഏരിയയിലേക്ക് വരുമ്പോൾ ഇവിടെ സിറ്റ് ഔട്ട് സ്പേസ് ആണ് ഈ ഒരു ഏരിയയിൽ നൽകിയിട്ടുള്ളത്. അത്യാവശ്യം ഒരു സ്പേസ് ഉള്ള ഒരു സിറ്റ് ഔട്ട് ഏരിയ സ്പേസ് ഇവിടെ നൽകിയിരിക്കുന്നു. നമുക്കറിയാം, ഇന്ന് റെഡി ടു ഓക്യുപ്പൈ ആയിട്ടുള്ള വില്ലകൾ എല്ലാത്തിലും സ്ഥലം വളരെ പരിമിതിയാണ്. വളരെ കുറച്ച് സ്ഥലത്താണ് വീടുകളെല്ലാം നിർമ്മിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു സ്പേസിൻ്റെ ഒരു പ്രശ്നം എല്ലായിടത്തും വരാറുണ്ട്. സോ അതിൽ നിന്നും എല്ലാം വ്യത്യസ്തമായി വളരെയധികം സ്പേസ് നൽകിക്കൊണ്ടുള്ള നിർമ്മിച്ചിരിക്കുന്ന ഒരു വീടാണ് നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഞാൻ വീടിൻ്റെ ഇപ്പോൾ കറക്റ്റ് ബാക്ക് സൈഡിലാണ് നിൽക്കുന്നത്. അത്യാവശ്യം നല്ല സ്പേസ് എല്ലാം ഈ ബാക്ക് സൈഡിലും അതുപോലെ ഫ്രണ്ട് നമ്മൾ കണ്ടു കഴിഞ്ഞു, ഫ്രണ്ടിലും എല്ലാം നല്ലൊരു സ്പേസ് നൽകിക്കൊണ്ടുള്ള ഒരു വീടാണ്. അപ്പോൾ അത്യാവശ്യം വീടിന് ചുറ്റുവട്ടം അത്യാവശ്യം സ്ഥലവും കാര്യങ്ങളെല്ലാം വേണം എന്നുള്ള ആഗ്രഹമുള്ളവർക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു വീടാണിത്. അകത്തെ വിശേഷങ്ങളിലേക്ക് കടക്കാം. നമ്മളിപ്പോൾ വീടിൻ്റെ അകത്തെ ഏരിയയിലേക്കാണ് കടന്നു വന്നിട്ടുള്ളത്. ഇവിടെ ഡോഴ്സിനും അതുപോലെ തന്നെ വിൻഡോ കാര്യങ്ങൾക്ക് ഫ്രെയിമിനെല്ലാം മഹാഗണി ആഞ്ഞലി എന്ന തടികളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ലിവിങ് ഏരിയ സ്പേസിലാണ്. അത്യാവശ്യം ഒരു മനോഹരമായ ഒരു ലിവിങ് ഏരിയ സ്പേസ് ആണ് ഈ വീടിനായി നൽകിയിട്ടുള്ളത്. TV യൂണിറ്റ് സെറ്റോട് കൂടി സീലിംഗ് വർക്കുകളും എല്ലാം ഉൾപ്പെടെയുള്ള ഒരു മനോഹരമായ ഒരു ലിവിങ് ഏരിയ സെറ്റ് ഈ വീടിനായി ഒരുക്കിയിരിക്കുന്നു. അടുത്തതായി നമുക്ക് ഈ വീടിൻ്റെ ഡൈനിങ് ഏരിയ സ്പേസിലേക്ക് കിടക്കാം. ഇവിടെ എല്ലാം ഒരു നല്ലൊരു ആർട്സിൻ്റെ ഡിസൈനും എല്ലാം നൽകിയിരിക്കുന്നു. ഡൈനിങ് ഏരിയ സ്പേസിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയ സ്പേസാണ് ഈ വീടിന് നൽകിയിട്ടുള്ളത്. വളരെ മനോഹരമായ മിനിമൽ ഡിസൈനിലാണ് ഇവിടെ എൻ്റർ എല്ലാ ഒരു ഏരിയയും നൽകിയിട്ടുള്ളത്. ഓപ്പൺ സ്പേസ് കിച്ചണോട് ചേർന്നുള്ളൊരു ഡൈനിങ് ഏരിയ സ്പേസ് ആണ്. ഇവിടെയാണ് ഇതിൻ്റെ ഈ ഒരു വീടിൻ്റെ കിച്ചൺ ഏരിയ സ്പേസ് വരുന്നത്. മോഡുലാർ ഡിസൈനിലുള്ള കിച്ചണാണ്. ചിമ്മിണി അതുപോലെ തന്നെ സ്റ്റോറേജ് സ്പേസുകളെല്ലാം ഉൾപ്പെടെ നൽകിയിട്ടുള്ള അതിമനോഹരമായ ഒരു കിച്ചൺ ഈ വീടിനായി ഒരുക്കിയിരിക്കുന്നു. ഇതിൻ്റെ ബാക്കിലേക്കായാലും അത്യാവശ്യം സ്ഥലവും എല്ലാം നൽകിക്കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇപ്പോൾ കിച്ചൻ്റെ എല്ലാം കബോർഡുകൾ കാര്യങ്ങളെല്ലാം വളരെ മനോഹരമായ ഡിസൈനിൽ നൽകിയിരിക്കുന്നു. ഡൈനിങ് ഏരിയ സ്പേസിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റോറേജ് സ്പേസുകൾ ഇവിടെ അത്യാവശ്യം ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റോറേജ് ഏരിയ സ്പേസ് നൽകിയിട്ടുണ്ട്. കൂടാതെ വാഷ് ഏരിയ യൂണിറ്റ് വരുന്നത് ഈ ഒരു സൈഡിലാണ്. വാഷ് ഏരിയ യൂണിറ്റ് വരുന്നത് അത്യാവശ്യം ഒരു സ്പേസ് എല്ലാം അധികം കളയാതെ തന്നെ നല്ല ഒതുങ്ങിയ ഒരു വാഷ് ഏരിയ യൂണിറ്റ് ഈ വീടിനായി ഇവിടെ നൽകിയിരിക്കുന്നു. സ്റ്റെയർ കേസിനോട് തൊട്ട് താഴെ തന്നെ ഒരു സ്റ്റോറേജ് ഏരിയ സ്പേസും ഇവിടെ നൽകിയിട്ടുണ്ട്. കടന്നു വരാം നിങ്ങളുടെ വീടിൻ്റെ ബെഡ്റൂം ഏരിയ സ്പേസിലേക്ക്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് വീടിന് നൽകിയിട്ടുള്ളത്. 3 ബെഡ്റൂമുകളാണ് മൊത്തം ഈ വീടിന് വരുന്നത്. അതിൽ ഫസ്റ്റ് ഫ്ലോറിൽ 1 ബെഡ്റൂമും സെക്കൻഡ് ഫ്ലോറിൽ 2 ബെഡ്റൂമുകളാണ് ഉള്ളത്. അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും കൂടിയ ഒരു ബെഡ്റൂം തന്നെയാണ്. വാർഡ്രോബ് ഈ ഒരു സൈഡിൽ വരുന്നു. അതുപോലെ തന്നെ സീലിംഗ് വർക്കുകൾ, അറ്റാച്ച്ഡ് ബാത്റൂം എന്നിവ ഉൾപ്പെടെയുള്ള ഒരു മനോഹരമായ ബെഡ്റൂം ഏരിയ സ്പേസ് ഈ വീടിനായി ഒരുക്കിയിരിക്കുന്നു. അപ്പോൾ ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂം, കിച്ചൺ, ഡൈനിങ്, ലിവിങ് ഏരിയ സ്പേസ് എല്ലാം കണ്ടു കഴിഞ്ഞു. അടുത്തത് നമുക്ക് ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് കിടക്കേണ്ടത്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോൾ തന്നെ ഈ ഒരു ഹാൻഡ് റെയിൽ, വുഡ് ആൻഡ് സ്റ്റീൽ കോമ്പിനേഷനുള്ള ഹാൻഡ് റെയിലുകളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഇവിടെ സ്റ്റെപ്സിനെല്ലാം ഫ്ലോറിങ്ങായിട്ട് ഗ്രാനൈറ്റ് ഉപയോഗിച്ചിരിക്കുന്നു. ടോപ്പ് ഫ്ലോറിൽ നമുക്ക് 2 ബെഡ്റൂമുകളും അതുപോലെ തന്നെ ബാൽക്കണി എന്നിവയാണ് പരിചയപ്പെടാനുള്ളത്. നമുക്ക് മുകളിലേക്ക് പോകാം. ഓക്കെ, ഞാനിപ്പോൾ ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ ആണ് നിൽക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിൽ ലിവിങ് ഏരിയ സ്പേസിലേക്കാണ് കടന്നു വന്നിരിക്കുന്നത്. ഈ ഒരു ലിവിങ് ഏരിയ സ്പേസിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഇങ്ങോട്ടേക്ക് കയറി വരുമ്പോൾ തന്നെ അത്യാവശ്യം ഒരു സ്പേഷ്യസ്
സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഫീൽ വരുന്ന രീതിയിലാണ് ഈ ഒരു ലിവിങ് ഏരിയ സ്പേസ് ഒരുക്കിയിരിക്കുന്നത്. ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് ചെറിയൊരു കമ്പ്യൂട്ടർ ടേബിളും കാര്യങ്ങളെല്ലാം നൽകിയിട്ടുള്ള ഒരു സ്പേസ് ഇവിടെ നൽകിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു TV കാര്യങ്ങളെല്ലാം വെക്കുന്ന ഒരു സ്പേസ് ആണ്. ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു പർഗോള സ്പേസ് ഇവിടെ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ലൈറ്റ് കിടക്കുന്ന രീതിയിലുള്ള ഒരു ഡിസൈൻ സ്ട്രക്ചറാണ് നൽകിയിട്ടുള്ളത്. അടുത്തത് ഈ വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിനാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂമാണ്. താഴെ കണ്ട ബെഡ്റൂമുകളുടെ അതേ ഫീച്ചേഴ്സ് കൂടി തന്നെയാണ് ഈ ഒരു ബെഡ്റൂം ഒരുക്കിയിട്ടുള്ളത്. വാർഡ്രോബ് ഉണ്ട്, അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്, സീലിംഗ് വർക്കുകളുണ്ട് എന്നിവ ഉൾപ്പെടെയുള്ള ഒരു ബെഡ്റൂമാണ് ഈ വീടിനായി ഇവിടെ നൽകിയിട്ടുള്ളത്. അടുത്തതായി ഈ വീടിൻ്റെ അവസാനത്തെ ബെഡ്റൂമാണ്. അത്യാവശ്യം വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ്. താഴെ നമ്മൾ കണ്ട ഒരു ബെഡ്റൂമിനേക്കാളും കുറച്ചുകൂടി സൈസുള്ള ഒരു ബെഡ്റൂമാണിത്. ഇവിടെ നമുക്കൊരു വാർഡ്രോബ്, ഈ ഒരു സൈഡിൽ ഒരു വാർഡ്രോബ് ലഭിക്കുന്നു. അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും കൂടിയുള്ള ഒരു വാർഡ്രോബാണ് ഈ ഒരു സൈഡിലായിട്ട് ഇതിന് നൽകിയിട്ടുള്ളത്. കൂടാതെ നമുക്ക് ഈ ഒരു ബാക്ക് സൈഡിലായിട്ടും ഈ ഒരു സൈഡിലായിട്ടും നമുക്ക് ഒരു ചെറിയൊരു ഡ്രസ്സപ്പ് ചേഞ്ചിനൊക്കെ ഉള്ള ഒരു കണ്ണാടി കാര്യങ്ങളൊക്കെ എല്ലാം വെച്ചിട്ടുള്ള ഒരു ഏരിയ കൂടി ഇവിടെ നൽകിയിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ബാക്ക് സൈഡിലാണ്. അത്യാവശ്യം എല്ലാ ആക്സറീസും നല്ല ക്വാളിറ്റിയിലുള്ള ആക്സറീസ് ഉൾപ്പെടെയുള്ള ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും ഈ വീടിനായി ഇവിടെ നൽകിയിരിക്കുന്നു. സോ ഈ ഒരു ബെഡ്റൂമിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്നാൽ ഈ ബെഡ്റൂമിനോട് തൊട്ട് ചേർന്ന് തന്നെയാണ് ഇവിടുത്തെ ഒരു ബാൽക്കണി ഏരിയ സ്പേസും കൂടി വരുന്നത്. ബാൽക്കണി നേരെ ഇതിന് പുറത്തേക്കുള്ള ഒരു ഏരിയ ഈ ഒരു ഡോറിൽ തന്നെയാണ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു സ്പേസ് ഉള്ള ഒരു ബാൽക്കണിയാണ്. ഇതിൻ്റെ ഇവിടെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഹാൻഡ് റെയിലും കാര്യങ്ങളെല്ലാം ഗ്ലാസ് ആൻഡ് സ്റ്റീൽ കോമ്പിനേഷനിൽ നൽകിയിരിക്കുന്നു. ചെറിയൊരു മിനിമൽ ഡിസൈനിലുള്ള ഒരു സീലിംഗ് വർക്കുകളും എന്നിവ എല്ലാം ഉൾപ്പെടെയുള്ള ഒരു ഏരിയയാണ് ഈ ഒരു ബാൽക്കണി ഏരിയ ഡിസൈൻ നൽകിയിരിക്കുന്നത്. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടാണ്. അതുപോലെ തന്നെ 1300 സ്ക്വയർ ഫീറ്റിലാണ് ഒരു 3 BHK അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും കൂടി ഒരുക്കിയിരിക്കുന്ന വീടാണ്. ഇനി അവസാനമായി നമുക്ക് ഈ വീടിൻ്റെ യൂട്ടിലിറ്റി ഏരിയ സ്പേസ് കൂടി പരിചയപ്പെടാനുണ്ട്. അവസാനമായി ഈ വീടിൻ്റെ യൂട്ടിലിറ്റി ഏരിയ സ്പേസാണ് നമ്മൾ കാണുന്നത്. നമുക്കറിയാം വാഷിങ്ങിനും മറ്റു കാര്യങ്ങൾക്കും എല്ലാം വളരെ യൂസ്ഫുൾ ആയിട്ടൊരു സ്പേസാണ്. കവേർഡ് സ്പേസാണ്, ഷീറ്റ് കൊണ്ട് കവർ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് മുകളിലെ ഏരിയയിലേക്കുള്ള ഒരു സ്റ്റെപ്പും കാര്യങ്ങളെല്ലാം അതിൻ്റെ ഈ ഒരു സൈഡിൽ നൽകിയിട്ടുണ്ട്. വാട്ടർ ഫെസിലിറ്റിയും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നൽകിക്കൊണ്ടാണ് ഈ ഒരു ഏരിയ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. എറണാകുളം ആലുവയിൽ രാജഗിരി ഹോസ്പിറ്റലിനോട് തൊട്ടടുത്ത് തന്നെയായി, അതുപോലെ തന്നെ കാക്കനാട് എന്ന ലൊക്കേഷനിലെല്ലാം വളരെ അടുത്തായിട്ടുള്ള ഈ ഒരു മനോഹരമായ വില്ല ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് വാഴക്കുളം എന്ന ലൊക്കേഷനിലാണ്. മെയിൻ റോഡിൽ നിന്നും വെറും 1/2 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ ഒരു വീട് നിർമ്മിച്ചിട്ടുള്ളത്. 1300 സ്ക്വയർ ഫീറ്റിൽ 5.5 സെൻറ്റ് എന്ന വലിയ പ്ലോട്ടിൽ ഏകദേശം 5 കാറുകൾ പാർക്ക് ചെയ്യാനും അതുപോലെ തന്നെ 3 ബെഡ്റൂമുകളും എല്ലാം നൽകിക്കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ ഒരു മനോഹരമായ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വില്ലയുടെ വില 57 ലക്ഷം രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്. താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് ഈ വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാവുന്നതാണ്. അതുപോലെ തന്നെ ഹോം ലോൺ സൗകര്യങ്ങൾ കൂടി ഈ വീട് സ്വന്തമാക്കുവാനും നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം. ഇതുപോലുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടുകൾ നിങ്ങൾക്ക് പണിയാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടുകൊണ്ട് ഏകദേശം 35 ലക്ഷം രൂപ മുതലുള്ള വീടുകൾ നിർമ്മിച്ചു നൽകുവാൻ നിങ്ങൾക്ക് ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. പുതിയൊരു വീഡിയോയിലേക്ക് കാണും വരെ ബൈ, താങ്ക് യു.